UDF മമത എന്നെ റാഞ്ചിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ പിടിച്ചു. നിലമ്പൂരിലെ ഒരു തട്ടുകടയിലെ ചെറിയ 2 വയറുകൾ പോലും ഷോർട്ടാക്കി അങ്ങ് മൂലമറ്റം പവർ ഹൗസിലെ ട്രാൻസ്ഫോർമർ വരെ അടിച്ചു കളയുവാൻ പ്രാപ്തിയുള്ള അമ്പൂക്ക ഏതാണ്ട് അതുപോലൊരു അടാറ് കളിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അറ്റകൈ പ്രയോഗമാണ്. കിട്ടിയാൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച്. എങ്ങനെയെങ്കിലും UDFിന്റെ ഭാഗമായി അടുത്ത തവണയും നിലമ്പൂർ സീറ്റ് നിലനിർത്തിയിട്ട് വേണം ആ പിണറായിയുടെ നെഞ്ചത്ത് കയറി കാളിയമർദ്ദനം നടത്തി തുടർന്നും തടികേടാകാത്ത ചിഹ്നം വിളിച്ച് മുക്രയിട്ട് പോകണം എന്നത് മാത്രമാണ് നമ്മുടെ അമ്പൂക്കായുടെ ചെറിയ ആഗ്രഹം. UDFിന്റെ ഭാഗമാകാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന കളികളെല്ലാം ബൂമറാങ് ആകുകയും ഒടുക്കം കാശും മനസ്സമാധാനവും പോകുന്ന കളിയാണെന്ന് അമ്പൂക്കായ്ക്കറിയാം. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും എന്ത് കൊസറക്കൊള്ളി പണി കാണിച്ചാണെങ്കിലും UDF പ്രവേശനം നേടുവാൻ ശ്രമിക്കുന്നത്. അൻവറെ വാടേ എന്ന് നേരിട്ട് വിളിച്ചു കയറ്റുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് അങ്ങ് ബംഗാളിലെ മമതാ മാമിയുടെ വീട്ടിൽ പോയി കുറേ ദിവസം നിന്ന് മാമിക്ക് പവാടയൊക്കെ കഴുകി കൊടുത്ത് INDIA അവിയൽ സഖ്യത്തിലെ മുള്ളിത്തെറിച്ച് ബന്ധം വെച്ച് നമ്മുടെ രാഹുൽ ചേട്ടനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചു പതുക്കെ കേരളത്തിലെത്താം എന്ന കണക്കുകൂട്ടലിലാണ് നമ്മുടെ അമ്പൂക്ക. മമതയ്ക്കറിയില്ലല്ലോ പവർ ഹൗസ് വരെ പൊട്ടിത്തെറിപ്പിക്കാൻ പ്രാപ്തിയുള്ള വെടിമരുന്നാണ് ഇവനെന്ന്. ഐസ്ക്രീം മൂത്താപ്പ ഓനെ ഓള് കൊണ്ടുപോകാതെ മുറുക്കെ മടിക്കുത്തിന് പിടിച്ചോളീൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഡൈനാമിറ്റ് എടുത്ത് നിക്കറിൽ വെക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സ്വല്പം പേടിയുണ്ട്. കാരണം അൾട്രാവയലറ്റ് പണി എതിലേക്കൂടൊക്കെ വരുമെന്ന് പടച്ചവന് പോലും പറയുവാൻ പറ്റില്ല. അമ്മാതിരി മുതലാണ് അമ്പൂക്ക. UDF നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. PV അൻവർ എന്ന ഒറ്റയാൻ കേരള രാഷ്ട്രീയത്തിൽ വളർന്നാൽ അത് നിങ്ങളുടെ മാത്രം കഴിവില്ലായ്മയാണ്. പാരിസ്ഥിതിക ദുർബല പ്രദേശം കയ്യേറി തടയണ കെട്ടിയ, അവിടെ വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കിയ, അനധികൃത ഭൂമി ഏക്കർ കണക്കിന് കയ്യിൽ വെച്ചിരിക്കുന്ന, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അൻവർ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ കൂടെ നിർത്തിയാൽ നിങ്ങൾ രാഷ്ട്രീയ പണിക്ക് ഇറങ്ങുന്നതിനേക്കാൾ തെണ്ടാൻ പോകുന്നതാണ് നല്ലത്. അൻവർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിലും ശ്രദ്ധേയമായ പദ്ധതികൾ ലക്ഷക്കണക്കിന് അണികളുള്ള നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ മുന്നണി പിരിച്ചുവിട്ട് കിഴക്കോട്ട് നോക്കിയിരുന്ന് ചുമ്മാ ഇരിക്കുക. അൻവറിനേക്കായാലും ആളും അർത്ഥവും ഒക്കെയുള്ള ഒരു പാർട്ടിക്ക് മുകളിലേക്ക് അൻവർ വളർന്നാൽ നിങ്ങളുടെ പ്രസക്തി പിന്നെന്താണ്? കണ്ട്രാക്കടിക്കുവാൻ നിങ്ങൾ കനകുലുവിന് കൂലി കൊടുക്കുന്നത് വെറുതെയാണെന്ന് പറയാതിരിക്കുവാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം മാമിയുടെ ഡ്രൈവറെയും ഭാര്യയെയും കാണാനില്ല എന്ന് പറഞ്ഞ് നടത്തിയത് വീണ്ടും ആ വിഷയത്തിൽ മാധ്യമ ശ്രദ്ധ നേടുവാനുള്ള അൻവറിൻ്റെ ഒരു സ്റ്റണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അത് അൻവറിൻ്റെ തലയിൽ വിരിഞ്ഞ പുത്തിയാണെന്ന് മനസ്സിലാക്കുവാൻ ഷെർലക് ഹോംസ് ആകേണ്ട. പക്ഷേ അത് ബോച്ച വിഷയത്തിൽ മുങ്ങിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് രണ്ടും കൂടെ തിരികെ എത്തിയത്. കുരുട്ടുബുദ്ധിക്കാരനായ ഈ അമ്പൂക്ക നിങ്ങളുടെ കട്ടയും മടവും മടക്കുമെന്ന് മനസ്സിലാക്കുക. AK ആന്റണിയുടെ പ്രസ്താവനയോടെ ചിഹ്നത്തലകൾ ഒതുങ്ങും എന്ന് കരുതിയെങ്കിലും അതിന് യാതൊരു സാധ്യതയുമില്ല എന്ന് വെളിവാക്കുന്നതാണ് ഇന്ന് പേട്ടയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്ന ഒരു പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ വന്ന ഒരു പെയ്ഡ് PR. ഞാൻ പാരച്ചൂട്ടിൽ പൊട്ടി വീണതല്ല എന്നാണ് ചെന്നിത്തല പറയുന്നത്. പേരില്ലാത്ത പ്രത്യേക ലേഖകന്റെ പേരിൽ വന്നിരിക്കുന്ന ആ പണം കൊടുത്ത് തയ്യാറാക്കിയ ഐറ്റത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരോട് പറയേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചോദ്യരൂപേണ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അത് വന്ന വഴികൾ ഞങ്ങൾ വിശദമാക്കാം പിന്നീട്. മത്സരത്തിന് ഇറക്കുവാൻ പറ്റിയ കുതിച്ചു പായുവാൻ ശേഷിയുള്ള നല്ല ഇളം കുതിരകളുള്ളപ്പോൾ കളറടിച്ച കറുപ്പടിച്ച മുതുകു കുതിരകൾക്ക് പ്രസക്തിയുണ്ടോ എന്ന് ആലോചിക്കുക. ജാക്ക്പോട്ട് അടിക്കുവാൻ ശേഷിയുള്ള കുതിരകളെ മത്സരത്തിന് ഇറക്കുന്നതല്ലേ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു നേതാവ് ചെയ്യേണ്ടത്? AK ആന്റണിക്ക് പോലും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്ന് കാണില്ലേ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അടങ്ങുസ്മാനെ പൊടിക്കടങ്ങ്. വരാൻ പോകുന്ന അപകടം മുന്നിൽ കണ്ട് പഴയ താപ്പാനങ്ങളെ പിടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിപ്പിക്കുവാൻ പോകുന്നു എന്ന് കേട്ടു. വളരെ നല്ല കാര്യം. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി ആരോഗ്യവകുപ്പ് കൊണ്ട് പച്ചപിടിച്ച ശിവകുമാറിനെ ഡെപ്യൂട്ടി മേയറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കോർപ്പറേഷൻ ഭരണം ഉറപ്പായും UDFിന് പിടിക്കാം എന്ന് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കടിപിടിയും അടിപിടിയും കുറയുകയും ചെയ്യും. അത് നല്ലൊരു കീഴ്വഴക്കവുമാകുകയും ചെയ്യും. അതിന് CPMനെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നവരെ വരെ ആ കാലാവധി കഴിയുമ്പോൾ പിടിച്ച് ദേശാഭിമാനിയുടെ യൂണിറ്റ് ഡാമേജറാക്കും. അവർക്ക് ഏറ്റെടുക്കുവാൻ യാതൊരു ഈഗോയും കാണില്ല. കാരണം പാർട്ടിയാണ് മുഖ്യം. ബിഗിലെ ചുവരുണ്ടെങ്കിലേ കരിക്കട്ട കൊണ്ടാണെങ്കിലും ചിത്രം വരയ്ക്കുവാൻ കഴിയുള്ളൂ ഉസ്മാനെ.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.